ഹായ് എവരി വൺ, ഗുഡ് മോർണിംഗ്. ഇന്നൊരു സൺഡേ വ്ളോഗാണ്, ഒരു ചെറിയൊരു സൺഡേ വ്ളോഗ്. അപ്പോൾ രാവിലെ തന്നെ പുട്ടും അതുപോലെ ചെറുപയർ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് രണ്ടും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈസിയുമാണ്, അതുപോലെ ഹെൽത്തിയുമാണല്ലോ. അപ്പോൾ ഞാൻ തേങ്ങ ചിരകി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തേങ്ങ ചിരകി അതേ ചിരട്ടയിൽ തന്നെ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചിരട്ടപ്പുട്ടാകുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പം ഞാൻ ആ ചിരട്ടേനകത്തോട്ട് നമ്മുടെ തേങ്ങ ചിരകിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ പുട്ടിന് ഞാൻ ഉപ്പും വെള്ളവും ചേർത്തിട്ട് നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പുട്ടുപൊടിയും കൂടി അതിനകത്തോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മുടെ കുക്കറിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഞാൻ പുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ചെറുപയർ കറി ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ചെറുപയർ ഞാൻ നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മുടെ ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത്, അതുപോലെ പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, ഉപ്പും ചേർത്തിട്ട് കുക്കറിൽ ഒരു 3-4 വിസിലടിച്ചായിരുന്നു. അതിനുശേഷം ഒരു പാൻ എടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, കടുക് ഇട്ട് കൊടുത്തു, നമ്മുടെ ചെറുതാക്കി അരിഞ്ഞ സവാള ഇട്ട് കൊടുത്തു, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ടിട്ട് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന പയറും കൂടി ഇട്ട് കൊടുത്തപ്പോഴേക്കും പയർ കറി അവിടെ റെഡി. അപ്പോൾ അതേ പുട്ട് നന്നായിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട്, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അപ്പോൾ നമ്മുടെ ചിരട്ടപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല അടിപൊളി ചൂട് ചെറുപയർ കറിയും കൂടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്, ഹെൽത്തിയുമാണ്. എങ്ങനെയുണ്ട്, കാണാൻ നല്ല ഭംഗിയില്ലേ? അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നല്ല റെഡി ആയിട്ടുണ്ട്. ഹെൽത്തി ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയാണ്. അതുപോലെ ഒരു ഗ്ലാസ് നല്ല കടുപ്പമുള്ള ചായയും കൂടി ആയപ്പോഴേക്കും സൂപ്പർ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.